ഹലോ. എന്തുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് രാവിലെ എണീറ്റടം മുതൽ ഭയങ്കര മിസ്സിങ്. വീട് മിസ്സിങ്ങാണ്. എന്തോ ഒരു നാടൻ ഫുഡ് കഴിക്കാനോ, വീട്ടിലെ ഫുഡ് കഴിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു ഒരു വല്ലാത്ത ഫീലിങ്സിലാണ് ഞാൻ രാവിലെ എണീറ്റത്. അപ്പം തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല. മത്തങ്ങ അങ്ങോട്ട് ഓർഡർ ചെയ്ത് നൂണെടുത്ത്. നൂണിൽ സാധാ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്തോ നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഓർഡർ ചെയ്തു. ഒരു 10 മിനിറ്റിനുള്ളിൽ നൂണിൽ നിന്ന് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് കട്ട് ചെയ്ത് സെറ്റാക്കി കുക്കറിനകത്തിട്ട് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മത്തങ്ങ എരിശ്ശേരി എന്ന് തന്നെയല്ലേ പറയുന്നത് ഈ ഒരു കറിക്ക്? എൻ്റെ നാട്ടിൽ മത്തങ്ങ എരിശ്ശേരി എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. ഞാനിപ്പം ചെറിയ പയറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നാടൻ ഫുഡ് കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആഹ്, കറിയാണ്. ഭയങ്കര ഈസിയാണ്. എന്ത് ക്വിക്കായിട്ട് ഉണ്ടാക്കിയെന്നോ. ജസ്റ്റ് അരിഞ്ഞ് കുക്കറിനകത്തിട്ട് 2, 3 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആയി. പിന്നെ ജസ്റ്റ് ഒന്ന് കടുക് വറുത്താൽ തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്കറിയില്ല, ഞാനിപ്പോൾ വന്ന് വന്നൊരു കുക്കിംഗ് എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ തന്നെ എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് ഇപ്പം എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. എനിക്ക് പണ്ട് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു ആഹാരമാണിത്. എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ട് കഴിച്ചിട്ടുള്ളൊരു മത്തങ്ങ എരിശ്ശേരി ചോറ്